അതേപോലെ തന്നെ നമ്മുടെ ഫോർഹെഡ് ഒക്കെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ട് മാറും. അപ്പൊ അങ്ങനെ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത് അതാണ് ഈ വീഡിയോയിൽ കൂടുതലും ഞാൻ പറയാൻ പോകുന്നത്. സെൽഫായിട്ട് ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഫസ്റ്റ് നിങ്ങൾ ഒരു 2-3 ഹെയർ ഫ്രണ്ടിലത്തെ ഗ്രേ ആയെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് കളർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ എന്റെ ഇവിടെ 2-3 ഹെയർ ഗ്രേ ആണ്. സോ ഞാനത് ബോധേഡ് അല്ല. നമ്മൾ ആദ്യമേ 1-2 ഹെയർ ഗ്രേ ആന്ന് പറഞ്ഞിട്ട് കളർ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ഫാഷൻ കളറൊക്കെ ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഈ 1-2 വൈറ്റ് ഹെയർ ഒക്കെ അതിനകത്ത് മിക്സ് ആയി പോക്കുള്ളൂ. അത് ഭയങ്കരമായിട്ട് എടുത്ത് നമ്മുടെ കാണിക്കത്തില്ല. ഇപ്പൊ 1-2 വൈറ്റ് ഹെയർ നിങ്ങൾക്കുണ്ട്. അപ്പൊ നിങ്ങളൊരു പാർട്ടിക്ക് പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ വേ ആയിട്ട് അതിനെ നമുക്ക് മസ്കാര വെച്ചിട്ട് അതിനെ കവർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ലോറിയലിന്റെ ഒക്കെ ഇങ്ങനത്തെ സ്പ്രേകൾ കിട്ടും. ലോറിയൽ പാരീസിന്റെ ഇങ്ങനത്തെ സ്പ്രേകളുണ്ട്. ഇത് 2 കളേഴ്സിലാണ് വരുന്നത്, ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്രൗൺ. അപ്പൊ നമ്മുടെ ഹെയറിന്റെ ഏതാണോ നമുക്ക് സൂട്ട് ആവുന്നത് വെച്ചിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങളുടെ ഗ്രേ കവറേജ് ആവും, നല്ല ഒരു കവറേജ് കിട്ടും. അതുപോലെ ഷാംപൂ വാഷിന് ശേഷം മാത്രമേ ആ കളർ പോവുകയുള്ളൂ. നിങ്ങൾ 2 ദിവസം ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ ആ 2 ദിവസം ആ കളർ അവിടെ ഇരിക്കും, അങ്ങനെ പെട്ടെന്ന് പോവുകയൊന്നുമില്ല. സോ ഇങ്ങനെയൊക്കെയുള്ള മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. പെട്ടെന്ന് നമുക്കൊരു കളർ ഓപ്ഷനിലോട്ട് പോകാതെ തന്നെ. ഇന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും എപ്പോഴും പുറത്തു പോകുന്ന ആൾക്കാർക്കും സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമാണ് ഈ കളർ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് കോൺഫിഡൻസ് കാണില്ല. സോ അപ്പൊ നമ്മള് എപ്പോഴും കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മന്തിരി കളർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഗ്രോത്ത് അനുസരിച്ചാണ് കളേഴ്സ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പൊ കളറിന്റെ ഓപ്ഷനിലോട്ട് പോകുമ്പോൾ എന്താന്ന് വെച്ചാൽ കളർ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ സ്കാൽപ്പ്. അവർക്ക് ഇച്ചിങ്, അതേപോലെ തന്നെ ചെറിയ പിമ്പിൾസ്, സ്കാൽപ്പ് റെഡ് ആവുക, നമ്മുടെ സ്കിന്ന് ബ്ലാക്ക് ആവുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഇതിന്റെ കൂടെ തന്നെ മിക്ക ആൾക്കാരിലും ഇത് കണ്ടുവരാറുണ്ട്. ഈ ഇച്ചിങ് ആണ് കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന ഒരു പ്രോബ്ലം ആണ്. ഇപ്പൊ ചില ആൾക്കാർക്ക് ആദ്യമൊന്നും ഒരു പ്രശ്നവും കാണത്തില്ല, പിന്നെ അവർക്ക് ഇച്ചിങ് പ്രോബ്ലംസ് വന്നു തുടങ്ങും. വീട്ടിൽ കളർ ചെയ്യേണ്ട ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതിന്റെ ഒരു ബാക്കിൽ അവർ കറക്റ്റായിട്ട് ഇത്ര മിനിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത്ര മിനിറ്റ് ഇതെങ്ങനെ മിക്സ് ചെയ്യണം, ഇതിന്റെ എല്ലാം അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞാലും ചിലവർ 1 അവർ വെക്കും, ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞാലും 1 അവർ വെക്കും. ഇവരുടെയൊക്കെ വിചാരം എന്താന്ന് വെച്ചാൽ ഇത് 1 അവർ ഇരിക്കുമ്പോൾ ഇത് കുറെ ലാസ്റ്റിംഗ് കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടില്ല.